ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ഡോക്ടർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ജസ്റ്റ് നീഡ് ടു ഡിക്റ്റേറ്റ് ദ തിങ്സ്. ക്വാളിറ്റിയോടുകൂടി ജീവിക്കണോ അതോ വെറുതെ ജീവിച്ചാൽ മതി എന്നുള്ള ഇത് മറവിയായി ഒരു ബുദ്ധിവിവരം ബോധം ഇല്ലാതെ ഒരു ആർക്കും എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് ഈ പറഞ്ഞ പോലെ മറവി ഒന്ന് കിടക്കണോ, അതോ അല്ലെങ്കിൽ ഡു യു വാണ്ട് ടു ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഗീവ് വർക്ക് ടു യുവർ ബ്രെയിൻ. ഇറ്റ് കുഡ് ബി എനി ടൈപ്പ് ഓഫ് വർക്ക്. മറ്റേ സുഡോക്ക് ചെയ്യലാവാം, മാത്സ് ആവാം, പോയം വായിക്കലാവാം, സ്പീച്ച് വായിക്കലാവാം, കഥ വായിച്ചാൽ മതി. കഥ വായിക്കുമ്പോൾ തന്നെ ബ്രെയിൻ ഈസ് വർക്കിംഗ്. എന്താണ് മക്കൾ ചെയ്യുന്നത് എന്ന് അറിയാൻ പാടില്ലാത്ത മാതാപിതാക്കൾ ഒരുപാടുണ്ട്. ഈ കോവിഡിന് ശേഷവും ഈ ഇൻസ്റ്റാഗ്രാം, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം, ഡിസ്കോഡ്, ടെലിഗ്രാംസ്, ഇതെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ പാടുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പോൾ അതിൽ നടക്കുന്ന ഡിസ്കഷൻസും അതിൽ പോണോഗ്രഫി ഒരുപാട് നടക്കുന്നുണ്ട്, ഈ സെക്സ് ചാറ്റിംഗ് നടക്കുന്നുണ്ട്, കഞ്ചാവിൻ്റെ ബിസിനസ്, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. AI കടന്നു ഒരു സത്യത്തിൽ നമ്മളുടെ ഒരു യങ്സ്റ്റേഴ്സ് ഒരു ഭീതിയോട് കൂടി നോക്കിക്കാണുന്നു. പലപ്പോഴും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന കുട്ടികളോട് സംസാരിക്കുമ്പോൾ, പേരൻസിനോട് സംസാരിക്കും. പേരൻസിന് സത്യത്തിൽ AI എന്താണെന്ന് അറിയില്ല. മോസ്റ്റ് ഓഫ് ദം, ഒരു മെജോറിറ്റി ഓഫ് ദി പേരൻസിനും അറിയില്ല. കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അവരുടെ അറിവ് സത്യത്തിൽ. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്നത്, സാറേ ഇതും പഠിച്ചിട്ട് കാര്യമുണ്ടോ? AI വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമോ? AI ആളുകളെ റീപ്ലേസ് ചെയ്ത് പോകും എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് സത്യത്തിൽ ശരിയാണോ? അതായത് ഇപ്പോൾ ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്ന ഒരാൾ കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്കും ടൈപ്പ് റൈറ്റർ റീപ്ലേസ് ചെയ്ത് പുതിയ ഓപ്ഷൻ വന്നു. അതായത് ടൈപ്പ് റൈറ്റർ ഇല്ലാത്തവരപ്പോൾ നേരെ കമ്പ്യൂട്ടർ പഠിച്ചു വെച്ചു. അപ്പോൾ AI ഉള്ളവർ നെക്സ്റ്റ് ഓപ്ഷൻസ് നെക്സ്റ്റ് മേഖല പോലും അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ മേഖലകൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇറ്റ് വിൽ ബി ദർ. അല്ലാതെ ഇറ്റ് വിൽ ബി റീപ്ലേസ്. പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് ഇഷ്യൂസ് വരും. ഈ പറഞ്ഞ എസ്പെഷ്യലി ഈ പറയുന്ന ഡോക്യുമെൻറ്റ് പണ്ട് ഈ ഒരു ഡിസ്ചാർജ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഇറ്റ് വിൽ ബിക്കം വെരി ഈസി. ഓക്കെ, അപ്പോൾ ആ കുറച്ച് മേഖലകൾ വ്യത്യാസം വരും. പക്ഷേ ദർ ആർ ഏരിയാസ് ഇൻ വിച്ച് ഈ പറഞ്ഞ പോലെ വി കാൻ ബി റീപ്ലേസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി ഹാൻഡ് ഇൻ ഹാൻഡ്. അല്ലാതെ മൊത്തമായിട്ട് മാറുന്ന സിസ്റ്റത്തിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വി ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഇവോൾവ്. കോവർക്കിംഗ് സിനാരിയോസ് ആവേണ്ട സാധ്യതയുള്ളൂ. കാരണം നമ്മളേക്ക് പറഞ്ഞ പോലെ കഴിഞ്ഞ 1.5 വർഷത്തിലാണ് ഈ ChatGPT, DeepSeek, ഓട്ടോമേറ്റ് മേ ബി എവരിതിങ് ഹാസ് കം ഔട്ട് ഓഫ് വെരി ഹാൻഡ്സ്. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഡാറ്റ ഇട്ട് കൊടുത്താൽ വരുന്ന റിപ്പോർട്ട്സ് ഉണ്ട്, വി ആർ ഇറ്റ്സ് ഓക്കെ ഫൈൻ, ദിസ് ഈസ് വെരി ഗുഡ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ പ്രസംഗിക്കാൻ പറ്റും. പക്ഷേ ഇത് വേറൊരു കാര്യം, സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കുന്നില്ല ആരും. പണ്ടൊരു പ്രസംഗം വേണമെന്നുണ്ടെങ്കിൽ 2-3 ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗങ്ങൾ കേൾക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ കട്ടിങ്സ് എടുത്ത് വായിക്കുക. ബ്രെയിൻ യൂസ് ടു വർക്ക്. ഞാൻ എൻ്റെ പേഷ്യൻസ് വരുന്ന ആൾക്കാരോട് സ്ഥിരം ഞാൻ പറയുന്നതാണ്, നമ്മൾ എന്തിനാണ് ജിമ്മിൽ പോകുന്നത്? മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫേസ് ക്രീം ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമിലർലി യു ഹാവ് ടു ഗീവ് വർക്ക് ടു യുവർ ബ്രെയിൻ. Until and unless you don't give work to your brain, there is a new term called digital dementia is there. Digital dementia എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് അവസാനം ഫോൺ എടുത്ത് കയ്യിൽ വെക്കും. എന്തിനാണ് ഫോൺ എടുത്തതെന്ന് പോലും ഓർമ്മ വരാത്ത കുറേ കഴിയുമ്പോഴത്തേക്കും ഇത് ഞായിരുന്നല്ലോ, ഇവൻ ബാക്കിയെല്ലാം കഴിഞ്ഞു. ഒരു ഫോൺ എടുത്തപ്പോൾ ആരെങ്കിലും വിളിപ്പോൾ ജവാദിനെ വിളിക്കാൻ വേണ്ടിയിട്ടേക്കും ഫോൺ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഫോൺ എടുത്തപ്പോഴത്തേക്കും നേരെ എന്തുണ്ട്, മൈൻഡ് മാറിപ്പോയി. ആ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട്, നേരെ അതിൽ പോയി. പിന്നെ അടുത്ത റീൽ വന്ന് പരസ്യം വന്ന്, ഇതൊക്കെ എന്തൊക്കെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഫോൺ എടുത്തത്? ദിസ് വേ ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന സംഭവം. ഇത് ബീയിങ് ഇൻ കേരള, as I told you earlier, ഈ പറയുന്ന ലൈഫ് എക്സ്പെക്ടൻസി ഈസ് ഗോയിങ് ഹൈ. പണ്ട് 53, 55, 63 കഴിഞ്ഞപ്പോൾ 70. കഴിഞ്ഞ ദിവസം കണ്ടൊരു പേഷ്യൻ്റാണ്, 82-year-old ഫീമെയിൽ. ഓക്കെ, 2 മുട്ടും മാറ്റി വെച്ചിട്ട് ഷീ ഈസ് ഹാപ്പി വിത്ത് ലൈയിങ് ഓൺ ദ ബെഡ്. ഓക്കെ, അവർക്ക് ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ ഓർത്തോ ഡോക്ടറോട്, നീ എന്താ ഫുട്ബോൾ കളിക്കാൻ വിടുന്നുണ്ടോ എന്ന് ചോദിച്ചു ഈ അമ്മേനാണ്. ഓക്കെ, ഷീ കെയിം വിത്ത് പെയിൻ ആൻഡ് ഷീ വാണ്ടഡ് ടു ഹാവ് സർജറീസ് ആൻഡ് ഷീ ഈസ് ഫിറ്റ് ഫോർ സർജറി ആൻഡ് ഷീ വാണ്ടഡ് ടു ഗോ ടു അതർ പ്ലേസസ്. ഇതിന് ശേഷം എനിക്ക് ഇവിടെയൊക്കെ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ ശരിയാണ്, ഇവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും ലോകം കാണാനുണ്ട് അവർക്ക്. സോ ഷി വാസ് ഹാപ്പി ഡൂയിങ് ദാറ്റ്. ഷി വാസ് വാക്കിംഗ്, ഷി വാസ് വെരി ഗുഡ്. അത് 2 മുട്ടും 4 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ വെച്ച് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ദേ വർ ഹാപ്പി. എന്നെ കണ്ടത് ഒരു ഭക്ഷണം കുറവ്, ചെറിയൊരു ഓർക്കത്തിന് ഇഷ്യൂസ് എന്നെ വിളിച്ച് കാണിച്ചത്. ഓക്കെ, അപ്പോഴാണ് ശരിയാണ്, ഇവർക്ക് അവരുടേതായ ജീവിതം കഴിഞ്ഞിട്ടില്ല, അവർക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്. അവർക്ക് വറ്റിക്കാനിൽ പോകണം, പല കുറച്ച് യൂറോപ്പിൽ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു തീർത്തിട്ടില്ല. കുറേ കണ്ടിട്ടുണ്ട്, നമ്മളെക്കാളെ കൂടുതൽ കണ്ടിട്ടുണ്ട് അവർ. കുറച്ച് സ്ഥലങ്ങൾ കണ്ടു തീർത്തിട്ടില്ല, അവർക്ക് പോകണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ പീപ്പിൾ ആർ വില്ലിങ് ടു, ഈ പറയുന്ന ഏജ് ഈസ് മൂവിങ്, ലൈഫ് എക്സ്പെക്ടൻസി ഈസ് മൂവിങ് ഫോർ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്കഷനിൽ ഈ പറയുന്ന ഹെൽത്ത് സമ്മിൽ ഡിസ്കഷൻ ഒന്നാണ്, ദർ ഈസ് ഗോയിങ് ടു ബി എ ടൈം ഇൻ വിച്ച് പീപ്പിൾ വിൽ സ്റ്റാർട്ട് ലിവിങ് ടിൽ ഏജ് ഓഫ് 120. അങ്ങനത്തെ മരുന്നുകൾ വരെയും
വന്നു വരും. തുടങ്ങി. മരുന്നുകളും ടെക്നോളജിയും മെഡ്ടെക് എന്ന രീതിയിൽ 120 വരെ ജീവിക്കും. അപ്പോൾ ആ സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യണം. ഇതുവരെ ആയിട്ടും ഓഫ് നൗ ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയം വരെയും ഡിമെൻഷ്യക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഓ, അപ്പോൾ അതുകൊണ്ട് ദ ബ്രെയിൻ ഹാസ് ടു സ്റ്റാർട്ട് വർക്കിംഗ്, ബ്രെയിൻ ഹാസ് ടു ബിഗിൻ വർക്ക്. അപ്പോൾ ഈ എ വരുമ്പോൾ നമ്മൾ പണ്ട് ഈ പറഞ്ഞ പോലെ മാത്സ് ചെയ്യുമായിരുന്നു, ഫിസിക്സ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ കെമിസ്ട്രി ചെയ്യുമായിരുന്നു, പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, കഥകൾ വായിക്കുമായിരുന്നു. ഇതിപ്പോൾ എല്ലാം ഒരു പോയം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഐനോട് പറഞ്ഞാൽ വേണമെങ്കിൽ തട്ടിപ്പിൽ എന്ത് ചെയ്തും പോയം കൈൻഡ്ലി മേക്ക് എ പോയം ടു മൈ ഗേൾ ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോയം ടു ബി പ്രസൻറ്റഡ് ഇൻ ദ within seconds അസംബ്ലി ready പറഞ്ഞ സാധനം വരികയാണ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് അവർ ബ്രെയിൻ. ദാറ്റ് ഈസ് അവന് പുതിയ ഡാറ്റ കിട്ടി, അവൻ വീണ്ടും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എ ഈസ് ഗെറ്റിംഗ് അഡ്വാൻസ് ഡേ ബൈ ഡേ ബിക്കോസ് ഓഫ് ദ ഇൻപുട്സ് വിച്ച് വി ഗിവ്. പക്ഷേ ഇത് നമ്മുടെ തലച്ചോറിന് അത് ഹെൽപ്പ് ചെയ്യുന്നില്ല ഒരു രീതിയിലും. അപ്പോൾ സ്റ്റുഡൻസ് എസ്പെഷ്യലി കിഡ്സ് ആൻഡ് ചെറിയ ഉപയോഗിക്കാം. വേണമെങ്കിൽ നമ്മളെല്ലാം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഓക്കെ ഇതൊക്കെ തന്നെയാണോ പോയിന്റ്സ് ഉള്ളത്, അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദ പോയിന്റ്സ് ഇഫ് യു വാണ്ട്. ഓക്കെ, കാരണം വി ഹാവ് ടു ഈ പറഞ്ഞ പോലെ മൂവിങ് ഫോർവേഡ് ഒന്ന് ക്രോസ് വെരിഫൈ ഒന്ന് ക്രോസ് വെരിഫൈ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓക്കെ ഇത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഓക്കെ ഒരു ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യണം, നേരെ എക്സൽ ഷീറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നേരെ ഈ പറയുന്ന എയുടെ എക്സൽ ഇറങ്ങിയിട്ട് എക്സൽ സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് ഓക്കെ ജസ്റ്റ് പുട്ട് ദ ഡാറ്റാസ് ദേർ ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു ദ എക്സാക്ട് റിപ്പോർട്ട്സ്. ഇല്ലെങ്കിൽ മറ്റേത് കാലത്ത് ഇരുന്നിട്ട് അക്കൗണ്ടന്റിനെ വിളിക്കണം, എത്ര റുപ്യ എൻ്റെ ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഇത് ഒരു സെക്കൻഡിലാണ്. ക്ലറിക്കൽ വർക്ക്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇറ്റ് വിൽ കം ഡൗൺ. ശരിയാണ്, നേരത്തെ പറഞ്ഞല്ല, ഇറ്റ് വിൽ കം ഡൗൺ, ബട്ട് ഇറ്റ് ഹാസ് ടു ബി ക്രോസ് വെരിഫൈഡ് എന്നുള്ളൊരു ഇഷ്യൂ ഇതിനകത്ത് വരുന്നുണ്ട്. ജോബ്സ് വിൽ കം ഡൗൺ ബട്ട് ന്യൂ ജോബ്സ് വിൽ ബി ക്രിയേറ്റഡ്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ആരെങ്കിലും പണ്ട് മനസ്സിലുണ്ടായിരുന്നോ? ആരെ മനസ്സിലുണ്ടായിരുന്നു? അപ്പം ദിസ് the new thing came out and we are everybody is spending lakhs and millions. If you go in the Facebook you can see ഇഷ്ടംമാതിരി ആൾക്കാർ പൈസ കൊടുത്ത് there are companies, lot of companies are coming up with പല ഏരിയസിൽ എങ്ങനെ സെയിൽസ് വർക്കും എല്ലാ മേഖലയിലും, മീൻ കച്ചവടം മുതൽ ഹോസ്പിറ്റലിൽ മുതൽ എല്ലാ പരിപാടിക്കും പഠിത്തത്തിന് വരെ ഓൺലൈനിലാണ് ഇപ്പോൾ ബിസിനസ് നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഉള്ള വേറെ കോഴ്സാണ് ഹോസ്പിറ്റലിൽ മാത്രമുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേറെയാണ്. കാരണം ഹോസ്പിറ്റലിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നമുക്ക് പരസ്യം ഇടുമ്പോൾ മറ്റേതുപോലെ പരസ്യം ഇടാൻ പറ്റില്ല. ഇത് ഫ്രീ ആണ്, അത് ഫ്രീ ആണ്, ഇവിടെ ഇത് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അപ്പോൾ നേരെ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യും, നേരെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള പറഞ്ഞ ഒരു വലിയൊരു കരിയർ ഓപ്ഷൻ ആണല്ലോ നമ്മുടെ കുട്ടികൾക്ക്. ഹോസ്പിറ്റൽ PR അത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് തന്നെ വളരെ വ്യത്യാസമായ മേഖലയാണിത്. അങ്ങനെ പല മേഖല ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വിൽ കം അപ്പ്. ഈ പറഞ്ഞ എന്താ വാഗീറിയ ദൈവം ഭക്ഷണം കഴിക്കാൻ തരുമെന്ന് പറഞ്ഞ പോലെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വിൽ കം അപ്പ്. വി ഹാവ് ടു ഫൈൻഡ്, വി ഹാവ് ടു ഗ്രോ. ഇതല്ല ഞാൻ ഇതേ ചെയ്യും, ഒപ്പം ഓടുക, നമ്മൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ ഇപ്പോഴും ഇതല്ലാതെ ഇപ്പോഴും ഞാൻ പേപ്പറിലെ ക്ലാസിഫൈഡ് ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ചിരുന്നതിനാൽ അവൻ അടിയിപ്പോവും. നെക്സ്റ്റ് ലെവലിലേക്ക് എല്ലാവരും ഒരേപോലെ തന്നെ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ വരുന്ന പാരൻസിന് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, വരുന്ന പാരൻസിന് ഈ പറഞ്ഞ ഫോൺ വന്ന സമയത്ത് എന്താണ് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ബട്ട് നൗ എവരിബഡി നോസ്. പറയുന്ന കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർക്ക് വരെ ദേ നോ വാട്ട് ഈസ് iOS, വാട്ട് ഈസ് ആൻഡ്രോയിഡ്, ഹൗ ടു ടേക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്ട് എവർ മേ ബി. പക്ഷേ AI കൂടി ഇവർ പഠിക്കും. പക്ഷേ സമയം എടുക്കും. പക്ഷേ ഇറ്റ് വിൽ ബി ഈസി ഫോർ എവരി വൺ ഇഫ് ദേ സ്റ്റാർട്ട് ലേണിംഗ് ഏർലിയർ. ഈ പറഞ്ഞ അതാണ് ദാറ്റ്സ് going to happen and it will change. അത് കാലഘട്ടത്തിനനുസരിച്ച് ഒരു അഡാപ്റ്റീവ് ആയില്ലെങ്കിൽ പറയുന്ന പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. ഞാൻ സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കാണുന്നതാണ് ഈ പറഞ്ഞ പോലെ എന്താണ് മക്കൾ ചെയ്യുന്നത് എന്ന് അറിയാൻ പാടില്ലാത്ത മാതാപിതാക്കൾ ഒരുപാടുണ്ട്. ഈ കോവിഡിന് ശേഷവും ഈ ഇൻസ്റ്റാഗ്രാം, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം, ഡിസ്കോഡ്, ടെലിഗ്രാംസ് ഇതെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ പാടുള്ളത് ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പോൾ അതിൽ നടക്കുന്ന ഡിസ്കഷൻസും അതിൽ പോണോഗ്രഫി ഒരുപാട് നടക്കുന്നുണ്ട്, ഈ സെക്സ് ചാറ്റിംഗ് നടക്കുന്നുണ്ട്, കഞ്ചാവിൻ്റെ ബിസിനസ്, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതെ, ഒരു ചോദ്യം. നമ്മൾ ഇപ്പം ഒരു ജനറേഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ഒരുപാട് പറയുന്നുണ്ടല്ലോ. 80s കിഡ്സ്, 90s കിഡ്സ്, ഇങ്ങനെ ഒരുപാട്. എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ടേംസ് അറിയില്ല. അപ്പം ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് 2000 ശേഷം ജനിച്ച കുട്ടികളുമായിട്ടാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻസ് വരുന്നത്. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡ് വൈസ് വന്നിരുന്ന ഡിഫറൻസ് ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ ഇസ് ഇറ്റ് ലൈക്ക് അതൊരു ജനറേഷൻ ഗ്യാപ്പാണോ, കാലാകാലങ്ങളിൽ വന്നിട്ടുള്ളൊരു ജനറേഷൻ ഗ്യാപ്പാണോ, അതോ ഇസ് ഇറ്റ് ലൈക്ക് ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് നമ്മളുടെ
ബ്രെയിനിൻ്റെ ഒരു തിങ്കിങ് പ്രോസസ് ഞാൻ വിൽ എക്സ്പ്ലെയിൻ ടു യു. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു നമ്മൾ കണ്ട ഒരു സിനിമയുടെ പേര് ഇപ്പോൾ ഒരു ഹിറ്റ്ലർ സിനിമ കാണണം. നമ്മളെന്താ ചെയ്യുക? ഒന്നുമില്ലെങ്കിൽ തിയേറ്റർ ഏതാണെന്ന് നോക്കി സിനിമ റിലീസായ സമയത്ത്, ഇപ്പോഴല്ല, സിനിമ റിലീസായ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിൽ പോയി ക്യൂ നിന്ന് തീരുമാനിക്കണം ഞാനൊക്കെ വരുന്നുണ്ട് സിനിമക്ക്, എത്ര പേര് വരുന്നുണ്ട്, എത്ര മണിക്ക് പോകണം, എപ്പോൾ പോകണം, ഫസ്റ്റ് ഷോ ആണോ സെക്കൻഡ് ഷോ ആണോ മാറ്റിയാണോ ഇതാണോ ചിന്തിച്ച് ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കാൻ വേണ്ടി ആൾ പോയി ക്യൂ നിന്ന്. ഇറ്റ്സ് എ ലോങ് പ്രോസസ് അല്ലേ? ഇൻ ബിറ്റ്വീൻ ദാറ്റ് ദർ ഇസ് ടൈം ഫോർ അസ് ടു തിങ്ക്. ഞാൻ വരുന്നുണ്ടോ, ക്യാൻസൽ ചെയ്യണോ, വേണോ വേണ്ടയോ? അതേപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതുപോലെ തന്നെയും നമ്മൾ എന്ത് ചെയ്യും? ഇന്ന ആരൊക്കെ വരുന്നുണ്ട്, എപ്പോഴാണ് പോകുന്നത്, നീ വരുന്നുണ്ടോ, എന്ത് വീട്ടിലുള്ള എല്ലാവരോടും നമ്മൾ ചോദിക്കും. ഇപ്പം അങ്ങനെയാണോ? ഇപ്പോൾ എവറിത്തിങ് ഇസ് ഇൻസ്റ്റൻറ്റ് പ്ലാനിങ് ആണ്. ഇപ്പോൾ എവറിത്തിങ് ഇസ് ഇൻസ്റ്റൻറ്റ്. അതായത് ആ സമയത്ത് നമുക്കൊരു എന്തുണ്ടായിരുന്നു, ഒരു യെസ് ഓർ നോ ഓപ്ഷൻ ചിന്തിക്കാനുള്ള സമയങ്ങളും തലച്ചോറിന് കൊടുത്തിരുന്നു. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ്? പേഷ്യൻസ് ഇപ്പോൾ ഒരാൾക്ക് സിനിമക്ക് പോകണം, ഓക്കെ, ഞാൻ എന്താ ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി, എനിക്ക് എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാം, കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം, എനിക്ക് പോകാൻ മടിയാണ്, നേരെ പാരഗണ്ട നേരെ സ്വിഗ്ഗി ഇൻസ്റ്റോമാട്ടോ ചെയ്ത് നേരെ സാധനം വീട്ടിൽ വരുന്നു. ഓക്കെ, അതായത് ആ ഒരു ഗ്രാറ്റിഫിക്കേഷനിലേക്ക്, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് ആ ഒരു ഇമ്പൾസിവിറ്റി, ആ ഒരു ഇമ്പൾസീവ് തിങ്കിങ്ങും ഒരു ഒരു ഇന്നറ്റൻഷൻ ലെവൽ, ഇമ്പൾസിവിറ്റി ഇന്നറ്റൻഷൻ ലെവലിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ മക്കളിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇഷ്യൂസിലൊക്കെ കാണാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു യെസ് ഓർ നോ, അല്ലെങ്കിൽ പണ്ട് നമ്മളെങ്ങനെയായിരുന്നു, കളിക്കാൻ പോകും അല്ലേ, വൈകിട്ട് മദ്രസ കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാ വീടുകളിലും മിനിമം ഒരു സൈക്കിൾ ഓടിക്കാനോ അല്ലെങ്കിൽ ഒരു ഷട്ടിൽ കളിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ വെള്ളത്തിൽ ചാടാനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കളിക്ക് പോകാത്തൊരു വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒരു വൈകിട്ടിന് ശേഷമാണ് എല്ലാവരും വീട്ടിൽ കയറിക്കൊണ്ടിരുന്നത്. ഓക്കെ, അവിടെ ഒരു തോൽവിയും ജയവും ഉണ്ടായിരുന്നു. ഇന്ന് ജയിച്ചാൽ നാളെ ജയിക്കണമെന്ന് നിർബന്ധമില്ല, ഇന്ന് തോറ്റാൽ നാളെ ചിലപ്പോൾ ജയിക്കാം. അപ്പോൾ ദാറ്റ് വാസ് ദ. ഇന്ന് പക്ഷേ എങ്ങനെയാണിത്? അവൻ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിൽ കളിക്കുന്നു, മറ്റേ ഗെയിം. ഇവനെ എന്താ ചെയ്യുക? മൊബൈൽ ഫോൺ അടുത്ത കളി കളിക്കാൻ വേണ്ടി വീണ്ടും ജയിപ്പിച്ച് മുമ്പിലേക്ക് വിടുന്നത്. ഇവൻ ജയിച്ചാണ് മുമ്പോട്ട് വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ ഈ ന്യൂക്ലിയർ ഫാമിലീസിൻ്റെ ഇഷ്യൂസിന് ഇത് വരുന്നുണ്ട്. ഓക്കെ, ആൾക്കാർ ജോലി, പണ്ട് ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവുമായിരുന്നു, ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടാകുമായിരുന്നു. പക്ഷേ ഇവരിപ്പം 8 o'clock കുട്ടി പോയി കഴിഞ്ഞാൽ 8:30 മദർ ഇറങ്ങും, 9 o'clock ഫാദർ ഇറങ്ങും, ഓട്ടോ മേ ബി. തിരിച്ച് കുട്ടിയായിരിക്കും ആദ്യം എത്തുക, 3:30 കുട്ടി എത്തും, ഫാദർ എത്തുമ്പോൾ 6 o'clock ആവും, മദർ എത്തുമ്പോൾ 7 o'clock ആവും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പറഞ്ഞാൽ ആ ഇമ്പൾസിവിറ്റി നമ്മുടെ തലച്ചോറിന് ഇത് വന്നു. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ജനറേഷൻ ഗ്യാപ്പൊന്നും എന്താണ് വ്യത്യാസം എന്നുള്ളത്. അല്ലാണ്ട് മക്കളുടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ മക്കളെല്ലാം നല്ല മക്കൾ തന്നെയാണ്. പക്ഷേ വാട്ട് വി സോ, നമ്മൾ ഈ 90s അല്ലെങ്കിൽ 80s ആൾക്കാർ നമ്മൾ കണ്ട സാധനങ്ങളല്ല ഇപ്പോൾ ഇവർ കാണുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത അവസ്ഥയല്ല ഇവർക്കുള്ളത്. അപ്പോൾ അവരുടെ ബ്രെയിൻ എല്ലാം ടപ്പ് എന്ന് കാര്യങ്ങൾ നടക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ അവർക്ക് വേഗം ദേഷ്യം വരും, ഇല്ലെങ്കിൽ ഫോം വലിച്ചറിയും, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കും, പെട്ടെന്ന് മറുപടി പറയും, ഡിസിഷൻസ് എടുക്കുക, ഈ പറയുന്ന ക്ഷമയില്ലായ്മ, സെൽഫ് ഹാമിങ് ലെവലിലേക്ക് നമ്മുടെ നാട്ടിൽ കാണുന്നതെല്ലാം. അതിൻ്റെ ഒപ്പം ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ആര് വരുക? ഡ്രഗ്സ് പുറകെ വരുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഒരു വീണ്ടും ഡബിളായി. കൂടാതെ ഈ കണ്ടിന്യൂസ് ഫോൺ യൂസിലേക്ക് പോകുന്ന ആൾക്കാരിൽ ഈ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ മൊബൈൽ ഫോൺ യൂസ് വരുന്ന ആളുകളിൽ നമ്മൾ ഈ ബുദ്ധിമുട്ട്, ഈ കുട്ടികളിൽ എസ്പെഷ്യലി ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഗെയിംസോ ഹൈ ഇൻറ്റൻസിറ്റി സീരീസോ മൂവീസോ കാണുന്നു, ഭയങ്കര സ്പീഡിൽ സ്ക്രീനെല്ലാം ഭയങ്കര സ്പീഡിൽ വരുന്നത്. അപ്പോൾ ആ മക്കളുടെ മനസ്സിലും എവറിത്തിങ് ഹാസ് ടു ബി ഫ്രീ. പണ്ട് എന്ന് വെച്ചാൽ പണ്ട് യൂട്യൂബ് ഒരു വീഡിയോ വാസ് ദെയർ ഫോർ 2 minutes 3 minutes 5 minutes 1 hour ഒക്കെ ഉണ്ടായിരുന്ന വീഡിയോസ് ഇപ്പോൾ 30 seconds മിനിമം അവരുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലേക്ക് 36 seconds 9 seconds ഫസ്റ്റ് ഒരു ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്നത് ആദ്യത്തെ 3 സെക്കൻഡിൽ ഹുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾ മാറ്റിക്കളയും. അതായത് 3 സെക്കൻഡിൽ കൂടുതൽ പോലെ ആൾക്കാർക്ക് ദേ ആർ നോട്ട് റെഡി ടു ഹിയർ വാട്ട് ദിസ് ഗൈ ഈസ് സെയിങ് എന്നുള്ളത്. അതാണിപ്പോൾ ആളുകളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നതിനോ. അപ്പോൾ ആ ഒരു ധൃതി, ആ ഒരു ഇമ്പൾസിവിറ്റി, ആ ഒരു അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നത് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിനെ കൃത്യമായിട്ട് ബാധിച്ചിട്ടില്ലേ? എഡ്യൂക്കേഷൻ എന്താ ഒന്നൊന്ന് വിശദം. അതായത് നമ്മളിപ്പം ഒരു അറ്റൻഷൻ സ്പാൻ, സാറ് പറഞ്ഞ പോലെ നമ്മളിപ്പം പണ്ട് നമ്മളൊക്കെ കോളേജ് കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമുക്കൊരു മെറ്റീരിയൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാറ്ററിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട്, നമ്മൾ കോളേജ് ലൈബ്രറിയിലോ അല്ലെങ്കിൽ പബ്ലിക് ലൈബ്രറിയിലോ പോയിട്ട് അതിൻ്റെ പുസ്തകമെടുത്ത് ഇരുന്ന് മെനക്കെട്ട് എഴുതി പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ കോണ്ടന്റ് കയറുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് അപ്പോൾ കിട്ടിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ തലച്ചോറ് വർക്ക് കൊടുത്തു.
അവർക്ക് കൊടുത്തു. 10 ദിവസം വർക്ക് കൊടുക്കുന്നില്ല. നേരെ ഗൂഗിളിൽ പോയിട്ട് വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് സൗത്ത് ആഫ്രിക്ക, അല്ലെങ്കിൽ വാട്ട് ഇസ് മറ്റേതാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മീനിങ് പണ്ടൊക്കെ നമ്മുടെ ഡിക്ഷണറി ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ സ്കൂളിലും ഡിക്ഷണറി കൊണ്ടുപോകും. ചെറിയൊരു പോക്കറ്റ് ഡിക്ഷണറി, ഓക്സ്ഫോർഡിന് നിർബന്ധമായിരുന്നു. പോക്കറ്റ് ഡിക്ഷണറി, ഇല്ലെങ്കിൽ വലിയ ഡിക്ഷണറി. സോ വി യൂസ് ടു സെർച്ച്. മീൻ വൈൽ വി വിൽ സീ അതർ വേർഡ്സ്. ഈ ഒരു വേർഡ് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ എന്തായിരിക്കും, അനാറ്റമി എന്ന് പറഞ്ഞ വേർഡൊക്കെ നമ്മൾ തപ്പിപ്പോയി ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള വേർഡ്സ് നമ്മൾ കാണും. എങ്ങനെ സെർച്ച് ചെയ്യുന്നത് പഠിക്കും, പുതിയ വേർഡ്സ് പഠിക്കും. ബ്രെയിൻ സ്പീക്കിംഗ് വർക്ക് സംഭവം ശരിയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒപ്പം തന്നെയാണ് എല്ലാവരും. നമ്മൾ ഇനിയിപ്പോൾ പോയി എതിർക്കാൻ പോയി കഴിഞ്ഞാൽ പീപ്പിൾ വിൽ വാട്ട് ഇസ് ദിസ് ഗൈഡ്. നമ്മളതിനെ എതിർക്കുക എന്നുള്ളതല്ല, നമ്മളും കാലഘട്ടത്തിനൊപ്പം ഓടിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. സോ നമ്മളിപ്പം ഒരു സിനാരിയോ കണ്ടുവരുന്നത്, ഇതൊരു ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ വ്യൂവിൽ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പം നമ്മളിപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഈ ഒരു 5 വർഷത്തെ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ബാച്ചുകളിൽ ഉണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ്, കുട്ടികൾക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യം അംഗീകരിക്കാനുള്ളൊരു മൈൻഡ് കൂടുതലായിരുന്നു. ഇപ്പം റീസെൻറ്റ് ബാച്ചസിലേക്ക് വന്നപ്പം ഇറ്റ് ഹസ് കം ഡൗൺ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഇതൊന്നും ഇവരിങ്ങനെയൊക്കെ പറയും, ടീച്ചർമാരിങ്ങനെയൊക്കെ പറയും, നമ്മളങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വി ഹാവ് അവർ ഓൺ വേസ് എന്നുള്ളൊരു രീതി വന്നിട്ടുണ്ട്. അപ്പം അത് സത്യത്തിൽ നമ്മളുടെ ക്വാളിറ്റീനെ ബാധിക്കില്ലേ? അതെ, ബാധിക്കുന്നുണ്ട്. അതിന് പിള്ളേരെ വാദം പണ്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ദ മൂവീസ് വിച്ച് ആർ കമ്മിങ് ഔട്ട്, ദ മൂവീസ്, സീരീസ് ആൻഡ് എവരിത്തിങ്, ഓക്കെ, അതിലെല്ലാം ഒരു വില്ലനാണ് ഹീറോ. ആര് തർക്കുത്തരം പറയുന്നു അവനാണ് ഹീറോ. ഓക്കെ, ആ ഒരു ഇമ്പാക്റ്റും കൂടിയും ഇറ്റ് ഈസ് ദ പീപ്പിൾ വിചാരിക്കും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവൻ വിചാരിക്കും ഇതില്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. എനിവേ ദിസ് ഈസ് ഷോർട്ട് ടേം, എനിവേ ലെറ്റ് മീ ഗോ ടു അതർ ഓപ്ഷൻ. ഓക്കെ, ഐ ആം അതർ ഓപ്ഷൻസ്. പണ്ടൊരു എഞ്ചിനീയറിംഗ് പഠിച്ചാൽ എന്താ ചിന്തിക്കുക, ഓൺലി എഞ്ചിനീയറിംഗ് അല്ലേ, അവൻ എഞ്ചിനീയർ ആണെന്നോ ചിന്തയല്ല വരുന്നത്. വേറെ അതിൻ്റെ ഇടയ്ക്ക് MBA പഠിച്ചിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോകുമെന്നോ, അതിൻ്റെ ഇടയ്ക്ക് ബാങ്കിൻ്റെ എക്സാം എഴുതിയിട്ട് ബാങ്കിലേക്ക് പോകുമെന്നോ ആരും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. ഇവൻ ഇപ്പം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പിള്ളേരിൽ ഒരു ഡിഗ്രി ഒക്കെ ഫോർ നെയിം സേക്ക് ലെറ്റ് മീ ട്രൈ ദിസ് ഔട്ട്. ഇപ്പോൾ ഓക്കെ, ലെറ്റ് മീ ട്രൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ദിസ് ഗുഡ്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരുപാട് കോഴ്സസ് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഉള്ളത്. പക്ഷേ അത് പിള്ളേരുടെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റങ്ങളിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ മക്കൾ തന്നെ വിചാരിക്കണം. നമ്മൾ വിചാരിച്ചുകൊണ്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടോ മാറുന്നില്ല. പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിസ്കഷൻസ് ഒന്നും കൂടിയും കുറച്ച്, അതായത് ഞങ്ങൾ പറയാറുള്ളത് എൻഡ് ഓഫ് ദ ഡേ ഈവനിങ് ജസ്റ്റ് ദ ഫാമിലി ലെറ്റ് ദം സിറ്റ് ടുഗദർ ആൻഡ് ഡിസ്കസ് വാട്ട് ഹാസ് ഹാപ്പൻ ദാറ്റ് ഡേ ടു ദ അച്ഛൻ എങ്ങനെയായിരുന്നു, ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ജോലി എങ്ങനെയായിരുന്നു, ഹൗ വാസ് ഹി അറ്റ് ഹോസ്പിറ്റൽ, ഹൗ വാസ് ഹിസ് എക്സ്പീരിയൻസ്, ഹി ക്യാൻ ഷെയർ സം ഗുഡ് എക്സ്പീരിയൻസ് വിച്ച് ഷീ ഹാഡ്, ഹൗ വാസ് ദ മദർ, ഹൗ വാസ് ഷീ, അലോങ് വിത്ത് ദാറ്റ് സെയിം തിങ്. മക്കളെയും ഒപ്പം വിളിച്ച് ഹൗ വാസ് യുവർ ഡേ, വാട്ട് ഈസ് ദ പ്ലാൻ ഫോർ നെക്സ്റ്റ് ഡേ, എന്താണ് നിങ്ങളുടെ പ്ലാൻ, എന്തൊക്കെയാണ്, നാളെ എപ്പോഴാണ് എല്ലാവരും എന്തൊക്കെയാണ് പോകാനുള്ളത്, എവിടെയെങ്കിലും പോകാനുണ്ടോ, എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ജസ്റ്റ് പ്ലാൻ യുവർ ഡേയ്സ് എന്നുള്ളത്. അപ്പോൾ ഒന്ന് കാമായിട്ട് ഈ പറഞ്ഞ പോലെ ഓക്കെ ഫൈൻ, നിൻ്റെ എന്താ ഉദ്ദേശം തോന്നുന്നു. അല്ലാതെ ഈ എടിപടി എല്ലാം ഇപ്പോൾ ഇറ്റ്സ് വെരി ഫണ്ണി ആക്ച്വലി. പറഞ്ഞാൽ ഫാമിലി ഗ്രൂപ്പ്സിൽ ആൾക്കാർ സംസാരിക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും, ഐ ആം കമ്മിങ് ഹോം ടുഡേ, ഐ ആം കമ്മിങ് ഫോർ ലഞ്ച്, ഐ ആം കമ്മിങ് ഫോർ ഡിന്നർ. പണ്ട് എങ്ങനെയായിരുന്നു, ഓക്കെ, സംസാരിച്ച് ഉണ്ടാകുമോ, ഭക്ഷണം ഉണ്ടാക്കി വെക്കുമായിരുന്നു അല്ലേ, നമ്മൾ വന്നതിന് ശേഷം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇന്ന് വീട്ടിൽ നീ ഉണ്ടാകുമോ, ഫാമിലി ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരെ ഗ്രൂപ്പ്സിൽ ഡിസ്കഷൻ പോകുന്ന അവസ്ഥ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. പിന്നെ ഫോണിൻ്റെ ഉപയോഗം, ലേഡീസ് മദേഴ്സ് ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ കിഡ്സ്. ഓക്കെ, റീസെൻ്റ്ലി ഐ സോ എ ചൈൽഡ്, എന്നെ കാണാൻ വന്ന കാലത്ത് 9 മണിക്കാണ് അവർ. ഓൾറെഡി ദാറ്റ് ചൈൽഡ് ഹാസ് യൂസ് ദ ഫോൺ ഫോർ 5 hours. രാവിലെ 9 മണിക്ക് വന്നപ്പോൾ 4 മണിക്ക് 5 മണിക്കൂർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ 4 മണിക്ക് തുടങ്ങിയതാണ്. ഷി ഹാഡ് നോട്ട് സ്ലെപ്റ്റ്. നമ്മൾ ഒരു 10 മണിക്ക് ഉറങ്ങുന്നല്ലേ, ഷി ഹാഡ് നോട്ട് സ്ലെപ്റ്റ് ബൈ ദാറ്റ് വാസ് ദ റീസൺ. നമ്മൾ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ പാരന്റ് ആൻഡ് ദ ചൈൽഡ് നമ്മൾ ഫോണൊന്നും എടുത്തിട്ട്, ആൻഡ്രോയിഡ് ഫോൺ ആയിരുന്നു, ബട്ട് ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സിലുണ്ട്. അതിപ്പോൾ നോക്കുമ്പോൾ ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ ദാറ്റ് കിഡ് ഈസ് സീയിങ് 13 hours, 14 hours, 11 hours, 12 hours ഡെയിലി. ആൻഡ് ദേ ഹാഡ് കം ടു മീ വിത്ത് ദ കംപ്ലയിൻറ്റ് ഓഫ് കൊച്ചിന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, കൊച്ചിന് സ്കൂളിൽ പോയി പഠിക്കുന്നില്ല. നമ്മൾ ആകെ 24 മണിക്കൂറിൽ 13 മണിക്കൂർ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങിക്കാൻ ബാക്കി 4 മണിക്കൂറേ ഉള്ളൂ ഈ കുട്ടിക്ക്. വാട്ട് വിൽ ബി ഹെർ ബ്രെയിൻ. ആ ബ്രെയിൻ ഇപ്പോൾ നമ്മൾ വിചാരിക്കും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം കാണട്ടെ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സിനിമ കാണട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ദ.
അവൻ്റെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന റീലിൻ്റെ പോലെ ഇന്ന റീൽ ഇത് ഇന്ന കാര്യങ്ങൾ. ഓക്കെ, ഈ പറഞ്ഞ പിള്ളേർ മാതാപിതാക്കൾ ഭംഗിയായിട്ട് പറ്റിക്കണ്ട. അവർ പറയുന്നത് എന്താണ്, ഞാനതിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാൻ പടം വരച്ചിട്ട് ഇടുന്നുണ്ട്, എനിക്കതിനകത്ത് പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ഓർഡർ വരുന്നുണ്ട്, ഞാൻ പോസ്റ്റർ ഉണ്ടാക്കി കൊടുക്കുന്നു, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ മാതാപിതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അറിയാനുള്ള മാതാപിതാക്കൾ ഇപ്പോഴും ഉണ്ട് ഇഷ്ടംപോലെ. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഇൻസ്റ്റ എന്താണെന്നോ ഫേസ്ബുക്ക് എന്താണെന്നോ ഉപയോഗിക്കാൻ അറിയാത്ത മാതാപിതാക്കൾ ഇപ്പോഴും ഉണ്ട്. അവരെല്ലാവരും വിചാരിക്കും ശരിയാണ്, അവനെന്ത് പഠിക്കണേണ് എന്നുള്ളൊരു ചിന്തയിലും പോകുന്നവരുണ്ട്. നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണത്. ഞങ്ങളുടെ സ്റ്റുഡൻസും പേരൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഡെയിലി ബേസിസിലുണ്ടാവും. കാരണം അവരുടെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. കാരണം വായിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും ഭാഷ നന്നാവില്ല എന്നുള്ളത് പരമസത്യമാണ്. നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുക. കൂടുതൽ എക്സ്പോസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ വായനയാണ് ഏറ്റവും നല്ലത്. അതർവൈസ് അതർ ട്യൂട്ടോറിയൽസ്. അപ്പം നമ്മളിത് പറയുമ്പോൾ കുട്ടികൾ എഗെയിൻ ഈ ഒരു റിലക്റ്റൻസി ഉണ്ട്, ബുക്ക് എടുത്തിരുന്ന് വായിക്കാനുള്ള റിലക്റ്റൻസി ഉണ്ട്. അവർ പറയും ഞങ്ങൾ മൊബൈലിലാണ് സർ വായിക്കുന്നത്. ഓക്കെ, മൊബൈലിൽ വായിക്കുന്നത് നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ബാഡ്. അഗെയിൻ ഈ പറയുന്ന പോലെ പേരൻസിനെ അവർ കൺവിൻസ് വെച്ചിരിക്കുന്നതാണ്. ലൈക്ക് ദേ സിറ്റ് വിത്ത് ദ മൊബൈൽസ് ഫോർ മോർ ദാൻ 6 hours 7 hours, അത് ഓവർ നൈറ്റ് അവർ സ്പെൻഡ് ചെയ്യുന്നു. അവർ സർ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവൻ ഈ സാധനമായിട്ട് പഠിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കയറിയിരിക്കുകയാണ് സർ, ഞങ്ങൾക്കറിയില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വി കനോട്ട് പ്രൂവ് ഇറ്റ്. അത് അവൻ്റെ പ്രൈവസിയാണ്. നമുക്കൊരു പരിധി വരെ എഗെയിൻ ഇപ്പോഴത്തെ കുട്ടികളോട് നമുക്ക് തർക്കിക്കാനോ നമുക്ക് ശാസിക്കാനൊന്നും പറ്റില്ല. അത് എൻ്റെ സൗകര്യമാണെന്ന് പറയും. അപ്പം ആ ഒരു അജ്ഞത അഗെയിൻ ഡിജിറ്റൽ വേൾഡിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഡെഫിനറ്റ്ലി ഡിജിറ്റൽ വേൾഡ് ഇസ് വേൾഡ് ഓഫ് ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റീസ്. ആ ഒരു കോൺസെപ്റ്റിൽ നോക്കിയാൽ അമൃതമായാലും അമിതമായാൽ അമൃത വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ദ ഈ പറയല്ലേ. ഇപ്പോൾ ഇത് നമ്മൾ രാത്രി ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ്സ് ഇഫ് യു സി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഈ മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് മാത്രം ഒന്ന് കണ്ണിലൊക്കെ അടിച്ചു നോക്കി, ഇറ്റ് ഈസ് വെരി പവർഫുൾ ലൈറ്റ്. ഓക്കെ, നോർമലി ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് ആൻഡ് ഓൾ ദ ആനിമൽസ് ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഗോ ടു ബെഡ് ബൈ സൺസെറ്റ്. സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങാൻ പോകുമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള കുറേ ഹോർമോൺസ്, അതേ മെലറ്റോണിൻ എന്ന ഹോർമോൺസ്, അതിൻ്റെയൊക്കെ എമൗണ്ട് കൂടി വരണം. പക്ഷേ ഇവൻ ഇത് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോബഡി നോസ്, ഈ പറഞ്ഞ പോലെ തലച്ചോറിന് മനസ്സിലാവുന്നില്ല എന്ത് ഇതൊക്കെ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നത്. തലച്ചോറ് ആ സാധനം പ്രൊഡ്യൂസ് ചെയ്തില്ല. യു വിൽ ഹാവ് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ടു സ്റ്റാർട്ട് വിത്ത്. കാലത്ത് തന്നെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, പക്ഷേ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് വിൽ സ്ലോലി സ്റ്റാർട്ട് ഹാപ്പനിങ്. നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോയിരിക്കും. ദിസ് ഇസ് ഒരു സൈക്കിൾ ഓഫ് ഈവൻസ്. നമുക്ക് പറയുന്നത് റവന്യൂ സൈക്കിൾ പറഞ്ഞ പോലെ ദിസ് ഇസ് സൈക്കിൾ ഓഫ് ഈവൻസ്. ഇപ്പോൾ ആ തന്നെ ഉറക്കത്തിനെ ബാധിക്കും. ഉറക്കത്തിനെ ബാധിച്ച് കഴിയുമ്പോൾ സ്കൂളിൽ പോയി ഉറക്കും. സ്കൂളിൽ പോയി ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി പഠിക്കാൻ പുറകോട്ട് പോകും. പഠിക്കാൻ പോകുമ്പോൾ ടീച്ചർമാർ ചീത്ത കളിക്കുമ്പോൾ പാരൻസ് വീണ്ടും ഇഷ്യൂസ് ആവും. പിന്നെ കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇവൻ എന്തായാലും ഫോൺ ഉപയോഗം കുറയ്ക്കില്ല. എൻഡ് ഓഫ് ദ ഡേ ഇവൻ പഠിത്തത്തിൽ പുറകോട്ട് പോകുമ്പോൾ പണ്ട് ഓക്കെ സാറേ എൻ്റെ കൊച്ച് 10th ക്ലാസ് വരെ 98% മാർക്ക് ഉണ്ടായിരുന്നു, 65% മാർക്കുള്ളൂ. ഇപ്പോൾ ഫോൺ ഉപയോഗം സേഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം സ്റ്റാർട്ട് യൂസിങ് 1100 ഫോൺസ് വിച്ച് വി ഹാഡ്. ഓക്കെ, എവിടെ പോകുന്നു അറിയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഇല്ലാത്ത, അല്ലെങ്കിൽ പാരൻറ്റ് കൺട്രോൾ ആപ്സ് ഇഷ്ടംമാതിരി ഉണ്ട്. ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ പാരൻറ്റ് കൺട്രോൾ ആപ്സ് ഉണ്ട്. ബട്ട് വി സജസ്റ്റ് ടു ദ പാരൻസ് ഹു കം ദർ ഈസ് പാരൻറ്റ് കൺട്രോൾ ആപ്സ് ഉണ്ട്. ദേ ഷുഡ് നോ വാട്ട് ഈസ് ദേ ഡൂയിങ്. ഇല്ലെങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവും. കോൾ മാത്രം പറ്റുന്ന രീതിയിൽ ഇൻക്ലൂഡിങ് വാട്സാപ്പ് വരെ ബ്ലോക്ക് ആക്കുന്ന ഓപ്ഷൻസ് പാരൻറ്റ് കൺട്രോൾ ആപ്സ് ദറ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഐ ഡോണ്ട് നോ ദറ്റ് ഇസ് ട്രൂ ഓർ നോട്ട്, നമ്മൾ ബുക്സ് എല്ലാം കാണുമ്പോൾ ഇപ്പോൾ കാനഡയിൽ എവിടെയൊക്കെ ബുക്സിൻ്റെയൊക്കെ അളവ് ദേ ഹാവ് ബാൻഡ് മൊബൈൽ ഫോൺസ് ഇൻ ദ സ്കൂൾസ് എന്നുള്ള രീതിയിലുള്ള ന്യൂസസ് സ്റ്റാർട്ട് കമ്മിങ് അപ്പ്. ആൻഡ് സ്കൂൾസിലും കോളേജസിലും ഓൾറെഡി ബാൻഡാണ് നമ്മുടെ നാട്ടിൽ, പക്ഷേ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. സോ പീപ്പിൾ, നമ്മൾ പണ്ട് പറയാവുന്ന വായിച്ച് വളർന്നാൽ വിളയുമെന്നും വായിക്കാതെ വളർന്നാൽ വളയുമെന്നുള്ള സിറ്റുവേഷനാണ് പണ്ട് പറയാറുണ്ടായത്. ഓൺലി പർപ്പസ് നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ കേൾക്കുന്ന ആളുകൾ തലച്ചോറിന് വർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇല്ലെങ്കിൽ 50 വയസ്സ് 60, നിങ്ങൾ എന്തായാലും ഇപ്പോൾ 70-80 വയസ്സ് വരെ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്ന ആളുകളാണ്. അത് ക്വാളിറ്റിയോടുകൂടി ജീവിക്കണോ അതോ വെറുതെ ജീവിച്ചാൽ മതി എന്നുള്ള ഇത് മറവിയായി ഒരു ബുദ്ധിവിവരം ബോധം ഇല്ലാതെ ഒരു ആർക്കും എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് ഈ പറഞ്ഞ പോലെ മറവി ഒന്ന് കിടക്കണോ, അതോ അല്ലെങ്കിൽ ഡു യു വാണ്ട് ടു ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഗീവ് വർക്ക് ടു യുവർ ബ്രെയിൻ. ഇറ്റ് കുഡ് ബി എനി ടൈപ്പ് ഓഫ് വർക്ക്. മറ്റേ സുഡോക്ക് ചെയ്യലാവാം, മാത്സ് ആവാം, പോയം വായിക്കലാവാം, സ്പീച്ച് വായിക്കലാവാം, കഥ വായിച്ചാൽ മതി. കഥ വായിക്കുമ്പോൾ തന്നെ ബ്രെയിൻ ഈസ് വർക്കിംഗ്. ഫിസിക്കൽ ബ്രെയിൻ ഹാസ് ടു ബി ഗിവൻ എക്സസൈസ് ഓർ ഇറ്റ് ഈസ് ഗോയിങ് ടു കം ഡൗൺ എന്നുള്ളതാണ്. മൊബൈൽ ഫോൺസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണം. ഓക്കെ, സോ എന്താണ് ലൈക്ക് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ ലൈക്ക്
കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇറ്റ് ഇസ് ഒരു റിനൗണ്ട് ഹോസ്പിറ്റലായി മാറി. ആൻഡ് ആസ് എ പേഴ്സൺ ബിഹൈൻഡ് ഇറ്റ്, യുവർ എഫേർട്സ് പ്ലസ് ദ എഫേർട്സ് ഓഫ് യുവർ പാർട്ട്നേഴ്സ് ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. നിങ്ങളുടെ ഒരു ടീം വർക്ക്, ഒരു ഈ പറയുന്ന ഒരു കോമ്പറ്റൻസ് സിനാരിയോയിൽ യു കുഡ് എക്സ്റ്റാബ്ലിഷ് യുവർ സെൽഫ് ആസ് വൺ ഓഫ് ദി റിനൗണ്ട് ഹോസ്പിറ്റൽസ് വിത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ്. സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് തന്നെ പറയാൻ കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ഒരു പനി വന്നാൽ ആരെങ്കിലും ഫ്യൂച്ചറൈസിലേക്ക് ഒരു വരാൻ അങ്ങനെ ഒരു മനസ്സിലേക്ക് ആരും വരില്ല. ബിക്കോസ് നിങ്ങളുടെ എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് ആണ്. അപ്പം ആ ഒരു സിനാരിയോയിൽ നിൽക്കുമ്പം ലൈക്ക് ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കെയർ മാർക്കറ്റ്, ദ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ദ കൈൻഡ് ഓഫ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കമ്മിങ് ഇൻ, വിവിധ തരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇതിനൊക്കെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലൈക്ക് ഒരു 5 വർഷത്തേക്കപ്പുറം വാട്ട് വുഡ് ബി ദി പോസിബിൾ ചേഞ്ചസ് in forecast? Possible changes ഈ പറഞ്ഞ പോലെ ബിഫോർ ദാറ്റ് സ്റ്റാർട്ട് വിത്ത് ഗവൺമെൻറ് ഹാസ് ഓൾസോ ടേക്കൻ അപ്പ്. വി ജസ്റ്റ് ഫോർഗോട്ട് ടു ഡിസ്കസ് ദാറ്റ്. ഗവൺമെൻറ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കേരള, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മണിപ്പാൽ പഠിക്കാൻ പോകും, ഇല്ലെങ്കിൽ ബിച്ച് പിലാനി പഠിക്കാൻ പോകും, ഇല്ലെങ്കിൽ പുറത്ത് എന്താ കുറേ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകും. നൗ ഫോർ ദിസ് ടൈം ഫ്രം ദിസ് ഇയർ ഓൺവേർഡ്സ് MBA ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഇൻ MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ. ദേ ഹാവ് സ്റ്റാർട്ടഡ് ഈ 2025 മുതലുള്ള പുതിയ അഡ്മിഷൻസിൽ. ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഞങ്ങൾക്കറിയാം KMM നമ്മൾ ഈ വർഷം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ബേസിക്കലി 2 years സ്പെസിഫിക് MBA ഫോർ ഓൾ ദി സ്റ്റുഡൻസ്. ഈ പറയുന്ന ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ദേ ഹാവ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, സ്പെഷ്യലൈസേഷൻ ഇൻ ഹെൽത്ത് കെയർ. അതായത് പല പുതിയ സ്പെഷ്യലൈസേഷൻസ് ആണ്. അതായത് ഫിനാൻസ് വന്നിട്ടുണ്ട്, ലോജിസ്റ്റിക്സ് വന്നിട്ടുണ്ട്, ഏവിയേഷൻ വന്നിട്ടുണ്ട്, ഫാമിലി ബിസിനസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ടറൽ ഒരു സ്പെഷ്യലൈസേഷൻ പോലെ തേർഡ് സെം ഓൺവേർഡ്സ് ദേ ഹാവ് സ്റ്റാർട്ടഡ് ഇവിടുത്തെ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് കോഴ്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈ പറഞ്ഞ കുറച്ച് സ്ലോയിലാണ് നമ്മുടെ ഗവൺമെൻറ് പുറകു വരുന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ആൾസോ ഓൾസോ ഫൗണ്ട് ദ ഇമ്പോർട്ടൻസ്. ദ റീസൺ ബീങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ ദ ഹോസ്പിറ്റൽസ് ടു മൂവ് ഫോർവേഡ്. ഓക്കെ, എൻ്റെ ഇതിൻ്റെ കാര്യം ചോദിച്ച പോലെ ഹോസ്പിറ്റൽ, ഞങ്ങളുടെ ഹോസ്പിറ്റൽ കാര്യം ചോദിച്ച പോലെ വി ആർ ഓൾസോ പ്ലാനിങ് ഇൻ എക്സ്പാൻഡിങ് ഇൻ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിൽ. അപ്പോൾ വി നീഡ് പീപ്പിൾ. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ആളെ പഠിപ്പിച്ച് വരുമ്പോഴത്തേക്കും ദേ വിൽ ഗോ ടു അനദർ ഹോസ്പിറ്റൽ. ഓക്കെ, ബീങ് എ ന്യൂ പ്ലെയർ ഇൻ ദ സിറ്റി. ഓക്കെ, നമ്മുടെ ആളുകൾ വരുന്ന ഫ്രഷേഴ്സ് ആയിരിക്കും വരിക. ഫ്രഷേഴ്സ് വരും, നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകും. ഓക്കെ, ആ ഒരു നമ്മുടെ ഒരു എഫേർട്ട് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് പോകുന്നത്. കൂടാതെ ആൻഡ് ദിസ് ഇഫ് യു ഹാവ് സീൻ KIMS is bringing almost 6,000 crores in Kerala. They have already started working in different places. And Baby Memorial is coming in Perumbavoor, which is there. Okay, and another hospital was taken over by KKR, has invested, and Blackstone has invested. So a lot of investments are coming up. That means Kerala is going to be the health hub എന്നുള്ള രീതിയിലേക്കുള്ള പ്രൊമോഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. And health tourism. You know, people are coming to tourism to Kerala, backwaters out, whatever it may be, they are coming. Okay, now medical tourism മേഖലയായി വരികയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നൗ ഈ പറഞ്ഞ പോലെ പണ്ട് ആൾക്കാർ ചെന്നൈയിലും അപ്പോളോ മേ ബി അല്ലെങ്കിൽ ബോംബെയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുറത്ത് പോയിക്കൊണ്ടിരുന്ന ആളുകൾ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ കേരള ഈസ് ലൈക്ക് ഒരു സർവീസ് പ്രൊവൈഡിങ് സ്റ്റേറ്റ് ആണ്, മാനുഫാക്ചറിങ് സ്റ്റേറ്റ് കൂടുതൽ. സോ വി ആർ ഗുഡ് ഇൻ ഹെൽത്ത് കെയർ, സോ വൈ ഡോണ്ട് വി പ്രൊവൈഡ് ദ സർവീസ് എന്നുള്ള ചിന്തയാണ് ഉള്ളത്. സോ ബിഗ് ഹോസ്പിറ്റൽസ് ആർ കമ്മിങ്, സ്മോൾ ഹോസ്പിറ്റൽസ് ആർ സോ ദ ഇറ്റ് ഹാസ് ടു ബി ദ മിക്സ് ഓഫ് ഈ പറയുന്ന അപ്പർ ക്ലാസ്സുകാരനും പോകണം, എന്നാൽ സാധാരണക്കാരനും പോകണം, എന്നാൽ സാധാ ഹോസ്പിറ്റൽസ് നശിച്ചു പോകാനും പാടില്ല. കാരണം 200 രൂപ OP ഉള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും, 1000 രൂപ OP ഉള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. സാധാരണക്കാരൻ അവിടെ തന്നെ പോകണം. പക്ഷേ സാധാരണക്കാരനാണെന്ന് കരുതിയിട്ട് അവൻ്റേതായിട്ടുള്ള അവൻ്റെ അവകാശങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് അവൻ കാലത്ത് 9 മണി മുതൽ വൈകിട്ട് ഉച്ചക്ക് വരെ അവൻ പോയി ക്യൂ നിൽക്കുകയാണെന്നുള്ള ആലോചിക്കുക. 1200 രൂപ ഒരു സാലറി ഉള്ള ഒരു ആളാണെന്ന് വിചാരിക്കുക. അവൻ കാലത്ത് മുതൽ ഉച്ചവരെ അവിടെ പോയി ക്യൂ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കാതെ ഒരു ദിവസം പോയി. ഈ സമയത്ത് അവൻ വേറെ ഹോസ്പിറ്റലിൽ പോയാൽ 500 രൂപ കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ വൈ ഷുഡ് യു വേസ്റ്റ് ഹിസ് സാലറി? സോ സമയം അതാണ് നമ്മുടെ ഈ പറയുന്ന ഈ കോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസും ദ നമ്പർ ഓഫ് പീപ്പിൾ, വൈ വി നീഡ് ദിസ് മച്ച് ഓഫ് പീപ്പിൾ. കാരണം ബിക്കോസ് ഓൾ ദ സെക്കൻഡ് ടയർ ഹോസ്പിറ്റൽസ്, ഫസ്റ്റ് ടയർ വിട്, ഓക്കെ, പ്രൈമറി ചെറിയ ക്ലിനിക്സ് വിടുക, സെക്കൻഡ് ടയർ ഹോസ്പിറ്റൽസ് ആർ ഗിയറിങ് അപ്പ്. ഓക്കെ, അവർക്ക് ഈ പറയുന്ന സ്റ്റാഫിനെ വേണം, അവർക്ക് കാര്യങ്ങൾ അറിയാവുന്ന, കാര്യങ്ങളിൽ ബോധമുള്ള, പറഞ്ഞ് മനസ്സിലാകുന്ന എല്ലാ മേഖലകളിലും. അല്ലാതെ
പണ്ടത്തെ പോലെ 10ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞാൽ പിടിച്ച് അറ്റൻഡർ ആക്കുന്ന സിറ്റുവേഷനൊക്കെ മാറി. ദേ ആർ ഓൾസോ ലുക്കിംഗ് അറ്റ് പീപ്പിൾ ഹു ഹാവ് ക്വാളിഫൈഡ്, ഹു നോ തിങ്സ്, ഹു ആർ ഏബിൾ ടു ടേക്ക് തിങ്സ് അപ്പ്. നമ്മൾ അങ്ങോട്ട് പോയി പറയാതെ ഇന്ന പ്രശ്നം ഇവിടെ ഉണ്ട് സാറേ, ഇതിന് പരിഹാരം ആക്കൂ, ഇന്ന പ്രശ്നം വന്നാൽ നമുക്ക് എളുപ്പമുണ്ടാവും, പേഷ്യൻറ്റിന് എളുപ്പമുണ്ടാവും. ഓക്കെ, സിമ്പിൾ അവരുടെ ഒരു ഒബ്സർവേഷൻസ് മതി. കാരണം ഇവർ ഇത് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മറ്റം വന്നു കഴിയുമ്പോൾ ഓക്കെ അവൻ അതേ ചിന്തിക്കത്തുള്ളൂ. അവൻ 10ാം ക്ലാസ്സുകാരൻ്റെ വിശാലത അവൻ്റെ തലച്ചോറിനും അവൻ്റെ മനസ്സിനും ഉള്ളൂ. അതല്ല കുറച്ചൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇഫ് ഹി ഹാസ് സീൻ ദീസ് ആർ ദ തിങ്സ് വിച്ച് ഹി ഈസ് വർക്കിംഗ്, സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ ദ പേഷ്യൻറ്റ് ആസ് വെൽ ആസ് ദി മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മളും പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ബാച്ചലർ ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഡു ആൻഡ് ലേൺ പ്രോസസ്സാണ്. ദാറ്റ് മീൻസ് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ടും ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു അലൈഡ് ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള കൃത്യമായ പ്രൊഫഷൻസി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. നമ്മുടെ കരിക്കുലം ഈസ് ഓൾസോ, ഇപ്പം സാർ പറഞ്ഞ പോലെ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി, ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാവാനുള്ള അതിനെക്കുറിച്ച് ഒരു ഇൻസൈറ്റ് ഉള്ള ഒരാളായിരിക്കും. നോട്ട് ദാറ്റ് ദി ഹോസ്പിറ്റൽ ഓ വിച്ച് ഓർഗനൈസേഷൻ ഇസ് ഹയറിങ് ഹിം, അവൻ്റെ പിന്നാലെ നടന്ന് പഠിപ്പിക്കാതെ അവനെ ഒരു ഹി വിൽ ബി ഓൾമോസ്റ്റ് ലൈക്ക് 80% കുക്ക്ഡ്. ബാക്കി 20% അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ കൾച്ചറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഹീസ് പെർഫെക്റ്റ്. അവന് സത്യത്തിൽ കാറ്റർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാമാണ്. MBA ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് പോലെ തന്നെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം പ്ലസ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ലോഞ്ച് MBA ഇൻ ദ സെയിം തിങ്, മേ ബി ലൈക്ക് ഇറ്റ് വിൽ ടേക്ക് എൻ ഇയർ. ഈ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ മനസ്സിലേക്ക് വരാൻ കാരണം നമ്മൾ പലപ്പോഴും കണ്ടുവന്നത് ഞങ്ങളുടെ കോഴ്സസിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ അവർ ഡിപ്ലോയ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളിൽ ലൈക്ക് അവരുടെ ഒരു ഡെഫിനറ്റ്ലി പോരായ്മകളുണ്ട്. അവരുടെ ഒരു ഹൈലൈറ്റായിട്ട് എല്ലാവരും പറഞ്ഞത് അവരുടെ അനാറ്റമി ഫിസിയോളജിയിലുള്ള ഒരു അറിവാണ്. അത് ഉള്ളതുകൊണ്ട് തന്നെ ആസ് ദി ക്യാൻ വർക്ക് അലോങ് വിത്ത് ദി ഡോക്ടേഴ്സ് അവർക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് കുറച്ചുകൂടെ എലാബറേറ്റ് ആക്കി ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. പ്ലസ് ഡെഫിനറ്റ്ലി എക്യുപ്പിംഗ് പീപ്പിൾ ടു റീച്ച് ഹൈറ്റ്സ്, അതാണ് നമ്മളുടെ ഒരു മിഷൻ. അതിന് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം പ്ലസ് ഓൾ ദി അതർ ഞങ്ങളെ പോലെ തന്നെയുള്ള സ്ഥാപനങ്ങളുടെ പ്രോഗ്രാംസും കൂടെ കൂടുമ്പം നമുക്ക് നമ്മളുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒരു പ്രസൻറ്റബിൾ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറായി മാറാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഡെഫിനറ്റ്ലി ഫ്യൂച്ചറൈസ് പോലെയുള്ള ഹോസ്പിറ്റൽസ് ഇനിയും വരും. അത്തരത്തിലുള്ള ഹോസ്പിറ്റൽസും എംപവർ ആകുമ്പം ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഇപ്പോൾ പുതിയൊരു സംഭവം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഈസ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ എന്ന് പറയാം. അതായത് ആൾക്കാർ വീട്ടിൽ തന്നെയാണ്. ഹോസ്പിറ്റൽ ഈസ് ഗോയിങ് ടു ദ ഹോം കെയർ ഈസ് ദ elderly care is there, so it is there. So these people are required. നമുക്ക് പുതിയൊരു കോഴ്സാണ് ജെറിയാട്രിക് കെയർ തുടങ്ങുന്നുണ്ട് നെക്സ്റ്റ് ഇയർ മുതൽ. ഓക്കെ, ഈ പറഞ്ഞ പോലെ പീപ്പിൾ ആർ റിക്വയർഡ്. ഈ പറഞ്ഞ പോലെ മാൻ പവർ ഈസ് റിക്വയർഡ്. നോട്ട് ജസ്റ്റ് മാൻ പവർ, എഫിഷ്യൻറ്റ് ആൻഡ് വെൽ എക്വിപ്ഡ് മാൻ പവർ ഈസ് റിക്വയർഡ് ഫോർ ദ we will grow together and wishing you all the best. Thank you, sir. So എന്തായാലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ ലോകത്തൊരു മേഖലയും പ്രവർത്തിക്കില്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അതിൽ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഹാൻഡ് ഇൻ ഹാൻഡായി പോവുക. ടെക്നോളജി വന്നു അല്ലെങ്കിൽ AI വന്നു എന്ന് പറഞ്ഞ് ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. നമ്മൾക്കുള്ള അവസരങ്ങൾ നമ്മൾക്കുള്ളത് തന്നെയാണ്. ഡെഫിനറ്റ്ലി നമ്മളതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എത്ര ഇഫക്റ്റീവായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താനും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എത്രമാത്രം പ്രൊഡക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ആണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, അനേകം ജോലി സാധ്യതകൾ, ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇൻ ഹെൽത്ത് കെയർ നമ്മൾ കണ്ടുവരുന്ന ഡോക്ടേഴ്സ്, നഴ്സസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ വെറും 40% മാത്രമാണ്. ബാക്കിയുള്ള 60% എന്താണ്, ബാക്കി മാനേജ്മെൻറ്റ് ലെവൽ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന, ബിഹൈൻഡ് ദ സീൻ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, 60%-ഓളം ആളുകളുണ്ട്. കേരളത്തിൽ വളർന്നു വരുന്ന ഹോസ്പിറ്റൽ ശൃംഖലകൾ, കേരളം ഒരു മെഡിക്കൽ ഹബ്ബായി മാറുന്നു.
ഇതൊക്കെ വളരെ പോസിറ്റീവ് സിംറ്റംസ് ആണ്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് സൈൻസ് ആണ്. കേരളം മാത്രമല്ല, ലോകത്ത് എവിടെ ചെന്നാലും എപ്പോഴും എക്കാലത്തും നിലനിൽക്കുന്ന ഒരു ഭീഷണിയുമില്ലാതെ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്, ഒരു ഭീഷണിയുമില്ലാതെ നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ മാത്രമല്ല, ഹോസ്പിറ്റൽ നമ്മൾ കാണുന്നത് മാത്രമാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് അലൈഡ് സെക്ടേഴ്സ് ഉണ്ട്. ഒരു ഹോസ്പിറ്റലിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാർമ കമ്പനീസ് ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനീസ് ഉണ്ട്, അതുപോലെ റിസർച്ച് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമുക്കൊരു ഹോസ്പിറ്റലിൻ്റെ സേവനം കൃത്യമായി ലഭ്യമാകുക. ഹോസ്പിറ്റലിന് മാത്രമായിട്ടൊന്നും ചെയ്യാനില്ല. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഇൻഡസ്ട്രീസിൻ്റെ സമഗ്രമായ പ്രവർത്തനത്തിൻ്റെ ഒരു സർവീസ് ഫെസിലിറ്റി മാത്രമാണ് ഹോസ്പിറ്റൽ. ഈ മേഖലകളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആർ ഇമ്മെൻസ് ഫോർ യു. പ്ലീസ് ഡ്രോപ്പ് ഇൻ, ബിൽഡ് അപ്പ് എ കരിയർ വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ക്യാൻ മേക്ക് യു റീച്ച് ഹൈറ്റ്സ്. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചാൽ പോലെ കാലഘട്ടത്തിനനുസൃതമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് തൊഴിൽ എന്തും ലഭിക്കും, പക്ഷേ നിങ്ങൾ ലഭിക്കുന്ന തൊഴിലിൽ നിങ്ങൾ അഗ്രഗണ്യനാവണം. ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.